ഈ വീഡിയോയിൽ നമ്മൾ ഡൈനാമിക് പ്രോഗ്രാമിങ്ങും അതേപോലെ 01 നാപ്സാക്ക് പ്രോബ്ലത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നാപ്സാക്ക് പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ഡൈനാമിക് പ്രോഗ്രാമിങ്ങിനെ പറ്റി ഒരു ചെറിയ ഇൻട്രോ തരാം. അപ്പോൾ ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയൊരു പ്രോബ്ലം നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്ക് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നേരം എടുക്കും. അപ്പോൾ അങ്ങനെ വരുന്നൊരു വലിയ പ്രോബ്ലം നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ സബ് പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. അതങ്ങനെയാണല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ക്ലാസ്സിൽ ഒരു എന്തെങ്കിലും ഒരു വർക്ക് ടീച്ചർമാർ തരികയാണ്. അതായത് ഇപ്പോൾ ഒരു ടെക് ഫെസ്റ്റ് വന്നപ്പോൾ നിങ്ങൾക്കൊരു വർക്ക് അസൈൻ ചെയ്യുകയാണ്. അതായത് കുറച്ച് പേര് രജിസ്ട്രേഷൻ മാനേജ് ചെയ്യണം, കുറച്ച് പേര് ഈവൻറ്റ് മാനേജ് ചെയ്യണം, കുറച്ച് പേര് പ്രൈസ്, ഫുഡ് കാര്യങ്ങൾ മാനേജ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് തരികയാണ്. അപ്പോൾ അവിടെ ശരിക്കും സംഭവിക്കണമെന്ന് പറഞ്ഞാൽ, ഒരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്ക് നിങ്ങൾക്ക് ടീച്ചേഴ്സ് ബ്രേക്ക് ഡൗൺ ചെയ്ത് തരികയാണ് ചെയ്യേണ്ടത്. അതായത് ടെക് ഫെസ്റ്റ് എന്നുള്ളതാണ് ഇവിടെ ഒരു വലിയൊരു കോംപ്ലക്സ് ഉള്ള ഒരു പ്രോബ്ലം. അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് നിങ്ങൾക്ക് ഓരോ സെക്ഷനായിട്ട് തിരിച്ച് ടീച്ചേഴ്സ് തരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ഡൈനാമിക് പ്രോഗ്രാമിംഗ് തന്നെയല്ലേ നമ്മളുടെ ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതത്തിൻ്റെ ആ ഒരു സിമിലാരിറ്റി വരുന്നില്ലേ എന്ന് ചോദിക്കും. പക്ഷേ നിങ്ങളുടെ ആൻസർ കറക്റ്റാണ്, സിമിലറാണ്, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഈ ഡൈനാമിക് പ്രോഗ്രാമിംഗ് മെയിൻലി ഒപ്റ്റിമൈസേഷൻ ആവശ്യമുള്ളിടത്താണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൽ വരുന്ന വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതത്തിൽ നമ്മൾ ചില സമയത്ത് നമ്മൾ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നമ്മൾ സോൾവ് ചെയ്യേണ്ടി വരും. അതായത് ഒരു റിക്കർഷൻ്റെ ഒരു റിക്വയർമെൻറ്റ് വരും. പക്ഷേ ഈ ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൽ നമ്മളൊരു സബ് പ്രോബ്ലം ഒരിക്കൽ സോൾവ് ചെയ്താൽ അത് സോൾവ് ചെയ്തതാണ്, പിന്നീട് നമുക്ക് സോൾവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ പോസിബിൾ ആവണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏതൊരു സബ് പ്രോബ്ലം വർക്ക് ചെയ്ത് അതിൻ്റെ റിസൾട്ട് നമ്മുടെ കയ്യിൽ റെഡി ആയിട്ട് കിട്ടുന്നോ അതൊക്കെ കൂടെ നമ്മളൊരു ടേബിളിൽ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഈ ടേബിൾ എന്താണ് അതൊന്നും ഇപ്പോൾ അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. കോൺസെപ്റ്റ് ഇതാണ്. അതായത് നമ്മൾ ഓരോ സബ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ട് നമ്മളൊരു ടേബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്ന റിസൾട്ട്സ് നമ്മൾ ഭാവിയിൽ വേറെ ഏതെങ്കിലും സബ് പ്രോബ്ലം, ചിലപ്പോൾ സെയിം സബ് പ്രോബ്ലം തന്നെ സോൾവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ മുന്നത്തെ റിസൾട്ട് തന്നെ നമ്മൾ ഈ ടേബിളിൽ നിന്ന് നോക്കിയെടുക്കും. അല്ലാതെ മറ്റേ ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതം പോലെ നമ്മൾ രണ്ടാമത് കമ്പ്യൂട്ട് ചെയ്യേണ്ട ഒരു റിക്വയർമെൻറ്റ് ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൽ വരുന്നില്ല. അതാണ് ഡൈനാമിക് പ്രോഗ്രാമിങ്ങിനെ ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെയും ബെറ്ററായിട്ട് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിന് യൂസ് ചെയ്യുന്നത്. ഇനി 01 നാപ്സാക്ക് പ്രോബ്ലം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ സാധാരണ PPTസിലും ബുക്കിലൊക്കെ ഭയങ്കര വലിയ അൽഗോരിതവും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ കുറച്ച് കോംപ്ലിക്കേഷൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരും ചെറുപ്പകാലത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. അതായത് നമ്മളിപ്പോൾ കുഞ്ഞുനാളിൽ നമുക്ക് കളിപ്പാട്ടത്തോടൊക്കെ ഒരുപാട് ഇഷ്ടമൊക്കെ ആയിരുന്നുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ കളിപ്പാട്ടം മാത്രമല്ല, കുറേ കാർഡൊക്കെ കിട്ടുമായിരുന്നില്ല. ഈ ക്രിക്കറ്റ് കളിക്കാരുടെ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാരുടെയൊക്കെ നമ്മളതിന് വേണ്ടിയിട്ട് ഒരുപാട് അടിയുണ്ടാക്കുകയൊക്കെ ചെയ്യും. അതെന്തിനാന്ന് വെച്ചാൽ, നമുക്ക് ആ ഓരോ കാർഡിനും അതിൻ്റേതായ വാല്യൂ ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള കാർഡ്സ് ആരുടെയിലാണോ ഇരിക്കുന്നത്, അയാളൊരു സുപ്രീം ലെവലിൽ നിൽക്കുന്നത് നമ്മൾ അന്നത്തെ കാലത്ത് അങ്ങനെ വിശ്വസിച്ചിരുന്നൊരു കാര്യമുണ്ട്. പിന്നെ നമ്മളത് കിട്ടാൻ വേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ ചില പിള്ളേർ വല്ലവരെയൊക്കെ കാർഡ് എടുത്തുകൊണ്ട് വരെ, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഒരു കൊച്ചുകുട്ടി അയാൾക്ക് കുറേ കളിപ്പാട്ടങ്ങളുണ്ട്. എന്നാൽ അയാൾക്കത് സ്ഥിരമായിട്ട് കിട്ടണമെങ്കിൽ അത് അയാൾ അവിടെ നിന്ന് മോഷ്ടിക്കണം. അതായത് എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ എടുത്തുകൊണ്ട് പോകണം, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അതായത് അയാളുടെ കയ്യിലുള്ള ബാഗിനൊരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു കപ്പാസിറ്റി കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾ കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ കപ്പാസിറ്റിയിൽ ഒതുങ്ങുന്നതും എന്നാൽ ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് എന്താ പറയുക, നമുക്ക് ഹാപ്പിനെസ് തരുന്ന അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കളിപ്പാട്ടങ്ങൾ വേണം നമ്മൾ ആ ഒരു ലിമിറ്റിനുള്ളിൽ എടുക്കാൻ.
അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് കളിപ്പാട്ടമായിരിക്കും ചൂസ് ചെയ്യുക എന്ന ഒരു വിഷയം അവിടെ കയറി വരും. എത്ര കളിപ്പാട്ടങ്ങൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏതാണ് നല്ലത് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു റിക്വയർമെൻറ്റ് വരും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് വേറെ എക്സാമ്പിൾസ് പറയാൻ പറ്റിയത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു സബ്ജക്റ്റിൽ ഇപ്പോൾ വാല്യൂ ഉള്ള സബ്ജക്റ്റ് ഏതാണ്, ഇപ്പോൾ നമ്മൾ കോഴ്സ് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എടുക്കണോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. എന്നാൽ നമുക്ക് ഫീസിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും വാല്യൂ ഉള്ള സാധനങ്ങളായിരിക്കും ചൂസ് ചെയ്യാൻ നിൽക്കുക. അതല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു 10 സ്മാർട്ട് ഫോൺ തന്നിട്ട് ഇതിൽ 5 എണ്ണം ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളതിൽ 10 എണ്ണത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള 5 എണ്ണമല്ലേ ചൂസ് ചെയ്യാൻ വരിക. അപ്പോൾ ചില കേസുകളിൽ നമുക്കിത് ഡയറക്റ്റ് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഒരു നാപ്സാക്ക് പ്രോബ്ലം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ നാപ്സാക്ക് പ്രോബ്ലത്തിൻ്റെ കുറച്ച് റൂൾസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഒരുപാട് ടോയ്സ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടോയ്സ് ഉണ്ട്. ഓരോന്നിനും അതിൻ്റേതായ ഒരു വാല്യൂ, അതായത് ഇപ്പോൾ ജോയ് വാല്യൂ എന്നാണ് ഞാനിവിടെ റെഫർ ചെയ്തിട്ടുള്ളത്. ജോയ് വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം എത്രത്തോളം കൂടുതൽ തരുന്ന കളിപ്പാട്ടമുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഓരോ കളിപ്പാട്ടത്തിനും അതിൻ്റേതായ വെയിറ്റും അതിൻ്റേതായ ജോയ് വാല്യൂവും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ കൺസിഡർ ചെയ്യേണ്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് പാക്കിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇത്ര വെയിറ്റ് മാത്രമേ അതിൻ്റെ അകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മേളിലോട്ടേക്ക് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതും നമ്മൾ ഒരു ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യണം. പിന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് കളിപ്പാട്ടം പപ്പാതിയായിട്ട് മുറിക്കാനോ ഒടിച്ചെടുക്കാനോ ഈ ഒരു പ്രോബ്ലത്തിൽ പോസിബിൾ അല്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ പൊളിക്കുകയാണെങ്കിൽ ആ കളിപ്പാട്ടം നമുക്ക് ഉപയോഗമില്ലല്ലോ. അതേപോലെ തന്നെയാണ് ഈ നാപ്സാക്ക് പ്രോബ്ലത്തിൽ 01 നാപ്സാക്കിൻ്റെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. നമുക്ക് ഒന്നെങ്കിലും ഒരു ടോയ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അതിനെ ഉപേക്ഷിക്കണം. അപ്പോൾ അതൊരു പ്രശ്നമുണ്ട് അവിടെ. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ബാഗിൻ്റെ ലിമിറ്റേഷനിൽ മാക്സിമം ജോയ് തരാൻ പോസിബിൾ ആയിട്ടുള്ള ടോയ്സ് എടുക്കണം. ഇതാണ് നാപ്സാക്ക് 01ൻ്റെ ഒരു റൂൾ എന്ന് പറയുന്നത്. ഇനി ഞാനിവിടെ ഒരു എക്സാമ്പിൾ ഇതിൻ്റെ തന്നെ പറയുകയാണ്. അതായത് നമുക്കിപ്പോൾ ഈ ഒരു ടെഡി ബെയർ ഉണ്ട്, ലെഗോ സെറ്റ് ഉണ്ട്, പിന്നെ ഡോളുണ്ട്, പിന്നെ ഒരു ടോയ് കാറുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ എന്നും പറഞ്ഞിട്ടൊരു റോ ഉണ്ട്. ഈ വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ജോയ് വാല്യൂ, പിന്നെ വെയിറ്റ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോയുടെ ഓരോ വെയിറ്റും. പിന്നെ ബാക്ക് പാക്കിൻ്റെ ലിമിറ്റ് വരുന്നത് മാക്സിമം 7 യൂണിറ്റ് വരെയാണ് നമുക്ക് എടുക്കാൻ പറ്റുക. അതായത് ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കൂട്ടി നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ 7 വെയിറ്റ് വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ടെഡി ബെയറും എടുക്കാം, പിന്നെ നമുക്ക് ടോയ് കാറും ഉണ്ട്, അതല്ലെങ്കിൽ നമുക്ക് ഡോളും ടെഡി ബെയറും എടുക്കാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ, ഇപ്പോൾ ലെഗോ സെറ്റും പിന്നെ ഡോളും എടുക്കാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. പക്ഷെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതെടുക്കണം എന്നുള്ളതാണ് ഇവിടെ കൺഫ്യൂസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു നാപ്സാക്ക് പ്രോബ്ലം 01 എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ഓവറോൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു ടേബിൾ ആദ്യം തന്നെ ബിൽഡ് ചെയ്യണം. ഈ ടേബിൾ കാര്യങ്ങൾ എങ്ങനത്തെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ടേബിളിൽ റോസ് ഓരോ ടോയിനെ ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. അതേപോലെ ഓരോ കോളം അതിൻ്റെ വെയിറ്റ് ലിമിറ്റ് ആയിരിക്കും, ബാക്ക് പാക്കിൻ്റെ വെയിറ്റ് ലിമിറ്റ് ആയിരിക്കും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ബാക്ക് പാക്കിന് വെയിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് 7 ആണെങ്കിൽ നമ്മൾ 0 to 7 വരെ ആ ഒരു കോളം ക്രിയേറ്റ് ചെയ്യും. പിന്നെ അതേപോലെ ടോയ്സിൻ്റെ ആണെങ്കിൽ നമ്മൾ 0 ടോയ് തൊട്ടിട്ട്, അതായത് ഒരു ടോയും സെലക്ട് ചെയ്യാത്ത കേസ് തൊട്ടിട്ട് മാക്സിമം ടോയ്സിൻ്റെ കൗണ്ട് എത്രയാണോ അത്രയും വരയ്ക്ക് റോയും ഉണ്ടാക്കും. അങ്ങനെയാണ് ആ ഒരു ടേബിൾ ഉണ്ടാക്കുന്നത്. ടേബിളിൽ നമ്മൾ ആദ്യം ഫില്ല് ചെയ്ത് വന്നതെന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറവുള്ള ടോയ്സിനെ വെച്ചിട്ടായിരിക്കും ഫസ്റ്റ് ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ജോയ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഓരോ ടോയ്സിനെ ആഡ് ചെയ്ത് ഈ ടേബിൾ ഫുള്ള് ഫില്ലാക്കും.
ഈ ടേബിള് ഫില്ലാക്കി കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് എന്താണോ നമുക്ക് കിട്ടുന്ന നമ്പർ, അതാണ് നമുക്ക് ഈ ഒരു ടോയ്സിൻ്റെ കോമ്പിനേഷനിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം വാല്യൂ. അതായത് ഇപ്പോൾ ചിലപ്പോൾ നമ്മളിതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു നല്ലൊരു വാല്യൂ കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു കോമ്പിനേഷൻ യൂസ് ചെയ്താൽ ഇത്രയും ഹയസ്റ്റ് വാല്യൂലുള്ള ടോയ്സ് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ഹയസ്റ്റ് വാല്യൂ എന്താണ്, അത് ആണ് ഇതിൻ്റെ മെയിൻ റിസൾട്ടായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ബാക്ക് ട്രാക്കിംഗ് ഉപയോഗിച്ച് ഈ ഹയസ്റ്റ് വാല്യൂ കിട്ടാനുള്ള ടോയ്സ് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്, ഇക്വേഷൻസ് ഉണ്ട്. പക്ഷേ അത് നിങ്ങളുടെ സിലബസിൽ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം നമ്മൾ ഹയസ്റ്റ് വാല്യൂ ഏതാണ് കിട്ടാൻ ചാൻസ് ഉള്ളതെന്നുള്ളതാണ് ഈ ഒരു പ്രോബ്ലത്തിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്.